അരികിൽ. രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. ആദ്യമല്ലേ ഈ ജീവേ റോഷാനി ഒരറ്റാനോ ആയെന്താ അങ്ങനെ ചോദിച്ചേ? അമ്മയും പാപ്പി ഒരു മുറിയിലെ ഒങ്ങുഞ്ഞ് അവർ കല്യാണം കഴിച്ചതല്ലേ, പക്ഷെ ജീവി ആഞ്ഞ് വേറെ മുറിയിലല്ലേ ആയോൻ്റെ. അയ്യേ, ജീവ കൂവാവല്ലേ, ജീവയെ നോക്കാനല്ലേ മാമാഫ് വന്നത്. കൂവാവ് മാറുമ്പോൾ ഒരു മുറിയിൽ കിടച്ചിച്ചും. റോഷിയാനി പാവല്ലേ, എപ്പോഴും കായന്നെ കാഞ്ഞാ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയോ, ആ മാഫാന് കല്യാണം കഴിച്ചാൽ പറഞ്ഞില്ലേ, അതാ വാഞ്ചി കാഞ്ഞേ. ആയിച്ചുവോ അറിയൂല. ഇനി ആഞ്ചി കായനെ കണ്ടാല് മാഫാൻ ചേച്ചി ചമ്മന്തി അച്ഛനും. ആയി ശരിയാ. ഇച്ചായൻ ജീവന്റെ അടുത്തേക്കാണ് പോകുന്നത്. മുറിയിൽ നിന്നും പോകാൻ തുടങ്ങുന്നവനെ കണ്ട് വൈകത്തിരിക്കി. അതെ, അരമണിക്കൂറോളായില്ലേ അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇത്ര നേരം കൊണ്ട് അവൻ ആലോചിച്ചൊരു വഴിക്കായി കാണും. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ. അതുകൊണ്ടല്ലടി, മനാഫില്ല, അവനെന്തെങ്കിലും ആവശ്യങ്ങൾ കാണില്ലേ. വൈകക്കും അത് ശരിയാണെന്ന് തോന്നി. സംസാരിച്ചിട്ട് കാര്യങ്ങൾ ശരിയായ മനാഫിനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പോയത്. അതൊക്കെ വിളിക്കാം, മിക്കവാറും അവൻ നാളെ തന്നെ ഇവിടെ തിരിച്ചെത്തുന്ന എൻ്റെ മനസ്സ് പറയുന്നത്. റോസെല്ലാം പഴയതുപോലെ എളുപ്പത്തിൽ വേണ്ടെന്ന് പറയാൻ ഇന്നത്തെ ജീവന് കഴിയില്ല, അതിലെനിക്ക് ഉറപ്പുണ്ട്. ഡോറിൽ മുട്ടി അകത്തേക്ക് കയറി വരുന്ന ഡെവിയെ കണ്ടതും ജീവൻ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു. ഡെവി ടേബിളിൽ ഇരുന്ന് ടിഷ്യൂ എടുത്ത് അവൻ്റെ കണ്ണുനീര് തുടച്ചു. കരഞ്ഞത് ഞാൻ കാണാതിരിക്കാൻ മുഖം തിരിക്കണ്ട. ഒരു പരിധിവരെ മനസ്സിലെ ഭാരം ഒഴിയാൻ ഇത് നല്ലതാടോ. സത്യത്തിൽ എന്തിനാണ് ഞാനിങ്ങനെ കിടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അന്ന് അവരെ ഞങ്ങൾക്ക് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ ഒന്നും അറിയാതെ എൻ്റെ മക്കളുടെ ലോകത്തേക്ക് ഞാനും പോകുമായിരുന്നില്ലേ. എങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഒരിക്കലും കടന്നു വരില്ലായിരുന്നു. കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇനി എന്ത് എന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ തൻ്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത് എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാണ്. അവൾക്ക് തന്നെയല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് തീർത്തു പറയുന്നു. ഡെവിയുടെ അഭിപ്രായം എന്താണ്? ഈ തളർന്നു കിടക്കുന്ന രണ്ടാം കെട്ടുകാരനായ ഒറ്റക്കൈന് പെങ്ങളെ കെട്ടിച്ചു തരാന്നാണോ? സ്വയം നല്ല മതിപ്പാണല്ലേ. ഡെവിയിൽ നിന്നും അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചില്ലെന്ന് ജീവന്റെ മുഖത്ത് അറിയാൻ പായിരുന്നു. അവൾ ഇവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചാവും പോയിട്ടുള്ളതെന്ന് എനിക്ക് ഊഹിക്കാം. പ്രണയിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഞാനും പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരാളല്ലേ. അപ്പൊ പിന്നെ ആണൊരുത്തിന് അവൾ സ്നേഹിച്ചതിൽ തെറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ജീവൻ കണ്ണുമിഴിച്ചവന്റെ മുഖത്തേക്ക് നോക്കി. മനാഫുമായി വിവാഹം ഉറപ്പിച്ചത് അവളുടെ ഇഷ്ടം നോക്കിയിട്ടില്ലെന്ന് തനിക്ക് ഊഹിക്കാമല്ലോ. ഇതിൽ കൂടുതൽ എങ്ങനെയാ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? എല്ലാം തുറന്നു പറഞ്ഞില്ലേ അവള്. ഒരിക്കൽ കൈവിട്ടു പോയത് വീണ്ടും അവളെ തേടിയെത്തൊന്ന് വിശ്വസിച്ചിരിക്കുക ആ പാവം. ഒന്നുകൂടെ കൂട്ടിക്കൂടടോ. ഡെവി, എനിക്ക് എൻ്റെ അവസ്ഥ അമലയെ മറക്കണമെന്ന് ആരും തന്നോട് പറയില്ല. പക്ഷേ മനസ്സിലിപ്പോൾ എവിടെയെങ്കിലും റോസിലുണ്ടെങ്കിൽ അതൊന്ന് കേട്ടാൽ മതിയടോ ആ പെണ്ണിനെ. ജീവനൊന്നും പറയാതെ തലകുനിച്ച് കിടന്നു. ഈ അവസ്ഥയാണ് തന്നെ പിന്നിലേക്ക് വലിക്കുന്നതെങ്കിൽ ഞാൻ വാക്ക് തരുന്നു, ഉറപ്പായും താനെ എഴുന്നേൽക്കും. അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ കൂടുതൽ പറയാൻ ഡെവിക്കും മനസ്സ് വന്നില്ല. തനിക്ക് എന്തെങ്കിലും സഹായം വേണോ? മാലിക്ക് രാത്രിയോടെ എത്തും, അതുവരെ ഞാനിവിടെ ഉണ്ടാകും. എന്നെ ഒന്ന് തിരിച്ചു കിടത്തുവോ? ഡെബി അവൻ പറഞ്ഞതുപോലെ കിടത്തി. ഇനി ഒരിക്കലും ഇവിടെയുള്ളവരാരും തന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നിർബന്ധിക്കില്ല. ഒട്ടും പറ്റില്ലെങ്കിൽ വിട്ടേക്കിടും. അതിൻ്റെ പേരിൽ ആരും തന്നോട് മുഖം കറുപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ പോകുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും സ്വയം ശരിയല്ലെന്ന് തോന്നുന്നതൊന്നും ചെയ്യരുത്. അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായത് ജീവൻ തെളിഞ്ഞ മുഖത്തോടെ ഡെവിയെ നോക്കി. എനിക്കൊന്ന് റോസലിനോട് സംസാരിക്കണം. ആദി, അന്നേ വന്ന് ചായ കുടിക്കാൻ നോക്കിയേ. രാവിലെ തുടങ്ങിയതാ ആ പാവയും കൊണ്ട് ഊരു ചുറ്റാൻ. പാത്രങ്ങൾക്കായിരിക്കും സ്ലാബിലേക്ക് വെക്കുന്നതിനിടയിൽ വൈകമുറ്റത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അവിടെ ഒരുപോലെയുള്ള രണ്ട് പെറ്റിക്കോട്ടും വിട്ട് രണ്ട് പാവയും പിടിച്ച അമ്മമാരെ രണ്ടും കൂടി നടപ്പുണ്ട്. താൻ വിളിച്ചിട്ട് മൈൻഡ് പോലും ചെയ്യാതെ നടക്കുന്നവരെ കണ്ടതും അവൾ അവിടേക്ക് നടന്നു. അഞ്ഞ ചേച്ചി, പാലുണ്ട് വീട്ടില്, മോളിച്ച് കൊച്ചാനായിരുന്നു. ഇവറ്റ ചീഞ്ഞു പോയി. ഇവയോ ഇല്ലല്ലോ, വാവറ്റ് ഞാനിപ്പോ കൊച്ചേ ഉള്ളൂ. ജ്യൂസ് മതിയോ? വേണ്ട, ജ്യൂസ് കുടിച്ചാൽ പാഞ്ഞു വരും. നല്ല ചുണ്ടരി ഭാവിയാണല്ലോ. എൻ്റെ പേര് ഡോര. ചേച്ചിയുടെ ഭാവിയുടെ പേരെന്താ? ഉന്നിമോലെന്നാ, എപ്പോഴും ഒക്കെ തന്നെയാ. കണ്ണ് തുറക്കത്തേയില്ല. കണ്ണടച്ചിരിക്കുന്ന പാവയെ ചൂണ്ടി ആദ്യമോ പറഞ്ഞതും അന്നയും അത് സമ്മതിക്കുന്ന പോലെ തലയാട്ടി. ഷാംചാച്ചി ചാമയം പോയി അഞ്ഞില്ല, ഞാൻ ചോറ് വെച്ചിട്ട് വരാവേ. സാമ്പാറ് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന. ഇത് കണ്ടുകൊണ്ടാണ് വൈകി അവിടേക്ക് വരുന്നത്. രണ്ടുപേർക്കും കഴിക്കാനും കുടിക്കാനൊന്നും വേണ്ടായോ? എത്ര നേരമായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്?
ഞങ്ങൾ ചോരുണ്ടാക്കി കച്ചോലാം. അമ്മ പോയേ. ഏത് ഈ ചിരട്ടി കിടക്കുന്ന കല്ലും മണ്ണും വാരി തിന്നാനോ? അതിന്റെ കാരച്ച് ചോരനാ. വൈകിയെ നോക്കി അന്ന പറഞ്ഞതും അവളുടെ അണ്ണനെയും മൊത്തത്തിലൊന്ന് നോക്കി. വെള്ള പെറ്റിക്കോട്ടിൽ മുഴുവൻ ചെളിയായിട്ടുണ്ട്. 5-6 ചിരട്ടയും അതിലെല്ലാം കല്ലും മണ്ണും വെള്ളവും. എന്തിനു പറയുന്നു, ഇലയും പൂവും വരെയുണ്ട്. കൂട്ടത്തിൽ കിടക്കുന്ന തുണി അപ്പോഴാണ് അവൾ കണ്ടത്. ഈ തുണി, അയ്യോ ഇത് ചോദിച്ചാൽ ടീഷർട്ട് അല്ലേ? അല്ല, അതിന്റെ മുകളിൽ ഒരു ഉപ്പ. അതിൽ ആപ്പിയിട്ടപ്പോ കയകിട്ടേക്കുവാ. കുറച്ച് കൂടുന്നുണ്ട് രണ്ടിനും. ആരോട് ചോദിച്ചിട്ടാ ഇതെല്ലാം എടുക്കുന്നത്? ഇത് കറിവേപ്പിലയല്ലേ? ആകെ 2-3 തണ്ടേ ഉള്ളൂ. അതും കുറച്ച് വെള്ളത്തിൽ കലക്കിയേക്കുന്നു. ഈ എന്റെ പുളിശ്ശേരിയാ, വെല്ല അല്ല. 2 പാചകക്കാർ ഇറങ്ങിയിരിക്കുന്നു. ചായ കുടിക്കാൻ എത്ര നേരമായിട്ട് പിടിക്കുവാ? ദാ കുടിച്ചേ. വൈക കയ്യിലിരുന്ന കപ്പ് 2 പേർക്കും നീട്ടി. ബൂസ്റ്റാനോ ഒല്ലിഷാനോ? അല്ല, കോമ്രാൻ. കുടിച്ചിട്ട് കപ്പ് തരാൻ നോക്ക്, എനിക്കവിടെ വേറെ പണിയുണ്ട്. അയ്യോ, ഉമ്പ് നോച്ച്, ഉമ്പ് ഉമ്പ്. ആ, നേരത്തെ കാലത്ത് കുടിച്ചില്ലേ ഇങ്ങനെ ഉറുമ്പും പല്ലിയും കുടിച്ചിട്ട് ബാക്കി കുടിക്കേണ്ടി വരും. വൈക ആദ്യയുടെ കപ്പിൽ നിന്നും കുഞ്ഞുറുമ്പിനെടുത്ത് കളഞ്ഞ് കപ്പ് തിരിച്ചു കൊടുത്തു. എനിക്ക് വേണ്ട ഉറുമ്പ് വീണ ചായ, അമ്മ കുച്ചോ. ഉറുമ്പ് വീണ ചായ കുടിച്ചാൽ കണ്ണിന് കാഴ്ച കൂടുന്നാ. എന്നതാ 3 പേരും കൂടി കുളിപ്പിക്കാൻ വേണ്ടി ഇതുങ്ങളെ തപ്പി വീട് മുഴുവൻ നടക്കുമോ എന്ന് ഞാൻ. മോളിക്കുട്ടിയെ കണ്ടതും ആദ്യം ഓടിച്ചെന്ന് കപ്പ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. കുഞ്ഞി പിള്ളേർക്ക് കുറ്റാൻ കഴിഞ്ഞ ചായയിൽ ഉറുമ്പിനെ പീച്ചിട്ടു ചോദിച്ചു മോലിമ്മേ. പിന്നെ നേരില്ലാത്ത നേരത്തെ ഉറുമ്പിനെ പറക്കി ചായയിലിടുന്നതല്ലേ എൻ്റെ പണി. ചായ കുടിക്കാൻ എത്ര നേരം കൊണ്ട് വിളിക്കുവാണെന്ന് അറിയോ? അതിനിടയിൽ ഉറുമ്പ് വീണു, അതിന് പിടിച്ചിട്ടാന്ന് പോലും. ഉമ്പ് വീണ ചായ കുച്ചൻ ആരുമലോട്ട് പാഞ്ഞില്ലേ? അതിനെടുത്ത് കളഞ്ഞിട്ട് കുടിക്കാൻ പറഞ്ഞതാടി. പണ്ടുള്ളവർ പറയില്ലേ, ഉറുമ്പ് വീണ ചായ കുടിച്ചാൽ കാഴ്ച കൂടുന്ന്. അമ്മയും കൊള്ളാം, മക്കളും കൊള്ളാം. ആരും കുടിക്കണ്ട, ഞാൻ കുടിച്ചാ പോരെ. മോളിക്കുട്ടി ചായ കുടിച്ചത് മാതി കണ്ണും പിടിച്ച് നിന്നു. എന്റെ ഹോലിച്ചിട്ട് ചായ നിനക്ക് ഞാൻ വേറിട്ട് തരാം, വാ. ഉമ്പില്ലാത്ത ചായ മയ്യേ. ഉമ്പെല്ലാം അമ്മച്ചും കോച്ചേച്ചി, കാഴ്ച കൂച്ചേ. വൈക കൂർപ്പിച്ച് നോക്കുന്നത് മൈൻഡ് ചെയ്യാതെ കുഞ്ഞിനെയും മേളിയിൽ വെച്ച് ആദ്യമ മോളിക്കുട്ടിയുടെ പിന്നാലെ നടന്നു. നിങ്ങൾ 2 ഈ പിള്ളേരുടെ കൂടെ കൂടി കഞ്ഞിയും കറി ഉണ്ടാക്കി കളിക്കുവാണോ? എന്താ ജോച്ചായം കൂടുന്നോ? നീ എന്നെ എൻ്റെ ഭാര്യക്ക് പഠിക്കുവാണോ? നോക്കി ദഹിപ്പിക്കാതെ കൊച്ചേ. ജോ പാപ്പ, ഈ അമ്മ ഉമ്പ് വീണിച്ചാ മതി. നിനക്ക് ഞാൻ വേറിട്ട് തരാന്ന് പറഞ്ഞില്ലേ, ഇനി അത് മിണ്ടല്ലേ. എടി, നീ എൻ്റെ മഞ്ഞ ടീഷർട്ട് കണ്ടോ? ഇന്നലെ മടക്കി സ്റ്റാൻഡിലിട്ടതാ. ഇപ്പൊ നോക്കിയിട്ട് അവിടെയൊന്നും കാണുന്നില്ല. കഴുകിയതിൻ്റെ കൂടുതൽ പലതും പരക്കിയിട്ടോ? ഞാനൊന്നും എടുത്തില്ല. ആ ബാസ്കറ്റ് കിടന്നെല്ലാം രാവിലെ കഴുകിയിട്ടു. അതിൽ മഞ്ഞയും പച്ചയൊന്നും ഞാൻ കണ്ടില്ല. വൈക ഞങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ലെന്ന ഭാവത്തിൽ നിൽക്കുന്ന 2നെയും നോക്കി ജോയിയെ വിളിച്ച് നിലത്ത് വിരിച്ചിട്ട് കാണിച്ചു കൊടുത്തു. എന്റെ ടീഷർട്ട് ഇതറി ഇവിടെ കൊണ്ടിട്ടേ. അതാ അപ്പിത്തുണിയാ. അതെടുക്കാൻ ഒരുക്കിയ ജോയി ആ ഒറ്റപ്പറച്ചിൽ സ്റ്റെക്കായി നിന്നു. അപ്പിത്തുണിയോ? എന്റെ 3000 രൂപയുടെ ടീഷർട്ടാണ് അപ്പിത്തുണി. അതെന്റെ മോളിച്ച അറിയോ? അത്രയും വലിയ രൂപയുടെ ഉപ്പാനിന് അപ്പിറ്റത്ത് വെച്ചതാ. ഞാൻ കൈകീരിഞ്ഞു. ഒങ്ങിയൊന്ന് നോക്കിയേ. ജോയിയുടെ നിൽപ്പ് കടന്നും വൈകി തലയ്ക്ക് കൈ കൊടുത്തു. ഇത് നിങ്ങൾ പറയുന്നത് നിങ്ങളായിട്ടല്ലേ കേൾക്കുന്നത്? ആ തുണി വേണമെങ്കിൽ എടുത്തോണ്ട് പോ, ഇല്ലെങ്കിൽ അത് വലിച്ചു കയറി ആവിയിലാക്കും അവര്. എന്റെ ടീഷർട്ട്. 2നെയും മൊത്തത്തിലൊന്ന് നോക്കി ജോയി നനഞ്ഞ മണ്ണിൽ കിടന്ന ടീഷർട്ട് എടുത്തു. ഒരു സൈഡ് മുഴുവനും മണ്ണും ചളിയും പറ്റിയിട്ടുണ്ട്. അത് കടന്നും അവൻ വിഷമത്തോടെ മോളിക്കുട്ടിയെ നോക്കി. ഓരോ ഒപ്പിച്ച് വെക്കുമ്പോൾ 2നും സപ്പോർട്ട് കൊണ്ട് വരുന്നതല്ലേ. 3000 രൂപയുടെ മുതൽ നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകിയാൽ മതി, ആഴക്കങ്ങ് പൊക്കോളും. അതും പറഞ്ഞ് മോളിക്കുട്ടി മുന്നോട്ട് നടന്നു. വൈകാനിയുടെ കയ്യിലുള്ള കപ്പ് വാങ്ങാൻ തുടങ്ങിയതും പെട്ടെന്നാണ് അവൾക്ക് തല ചുറ്റുന്ന പോലെ തോന്നിയത്. വേഗം തന്നെ അടുക്കുന്ന ജോയിയുടെ കയ്യിലേക്ക് അവൾ പിടിച്ചു. എന്നടി? എന്നാൽ മറുപടി പറയും മുമ്പ് അവൾ അവൻ്റെ തോളിലേക്ക് വീണിരുന്നു. വൈകിയെ ജോയി താങ്ങിയെടുത്ത് വരാന്തയിലേക്ക് കിടത്തി. മോളിക്കുട്ടി അടുക്കളയിലേക്ക് വെള്ളമെടുക്കാനായി ഓടി. വൈകേ കണ്ണ് തുറക്ക്. അമ്മേ. അവൾ കണ്ണ് തുറക്കാത്തത് കണ്ടതും ആദിക്ക് അറിയാൻ തുടങ്ങി. അന്നയും ഒപ്പം കൂടിയത് കണ്ട് ജോയി ആരെ നോക്കണമെന്ന് അറിയാതിരുന്നു. അപ്പോഴേക്കും അകത്തിന്ന് ബാക്കിയുള്ളവരും ഓടി വന്നിരുന്നു. എന്നാ പറ്റിയത് കൊച്ചിന്? അറിയത്തില്ല, സംസാരിക്കുന്നിടയിൽ ബോധം കെട്ട് വീണതാ. അമ്മച്ചി വൈകിയെ തട്ടി വിളിക്കുമ്പോഴേക്കും ഡെബിയും അവിടെ എത്തിയിരുന്നു. മോളിക്കുട്ടി കൊണ്ടുവന്ന വെള്ളം എടുത്തവൻ അവളുടെ മുഖത്തേക്ക് തെളിച്ചു. അവളുടെ കണ്ണുകൾ അനങ്ങിയത് കണ്ടതും എല്ലാവർക്കും ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു. കണ്ണുകൾ തുറന്ന് വൈകിയെ ഡെബി എഴുന്നേൽപ്പിച്ചിരുത്തി. മോളെ, വെള്ളം കുടിക്ക്. അമ്മച്ചി എന്തുവാ പറ്റിയേ? അമ്മക്കൊന്നുമില്ലടാ. അയ്യേ, എൻ്റെ ചട്ടമ്പകളിൽ 2 കരഞ്ഞോ? എനിക്കൊന്നുമില്ല മക്കളെ. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ചുറ്റും കറങ്ങുന്നത് പോലെ തോന്നി. എന്നാലേ എനിക്കറിയാം,
കൊടുക്കേണ്ടത് ഇവനിട്ടാ. അമ്മച്ചി അത് പറഞ്ഞ് രവിയുടെ ചെവിക്ക് പിടിച്ചു. ഞാനെന്നാ ചെയ്തെന്നാ? അവൾക്ക് വിഷയരണ്ടടാ പൊട്ട. എന്തിരിക്കുന്നത് കണ്ടില്ലേ? കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ നോക്കടാ. അമ്മച്ചിയുടെ വാക്കുകൾ കേട്ടതും മന്നയും ആദിയും ഒഴികെ എല്ലാവരിലും ആദ്യമൊരു ഞെട്ടലുണ്ടായി. എങ്കിലും പിന്നീട് അത് സന്തോഷത്തിലേക്ക് വഴിമാറി. ഡെബിയുടെ കണ്ണുകൾ വൈകിയുടേതുമായി ഇടഞ്ഞ നിമിഷം തന്നെ അവൻ അവളുടെ നെറ്റിയിലേക്ക് ചൂണ്ടു ചേർത്തു. വൈകയിലും ഒരുതരം തരിപ്പായിരുന്നു. മാരി അമ്മച്ചി കുമ്പാവായപ്പോയാ ഉമ്മ വെച്ചിഞ്ഞൊരു. ആദ്യ ഡെബിയുടെ ഷട്ടിൽ പിടിച്ച് വലിച്ച് വൈകയിൽ നിന്നും മാറ്റി നിർത്തി. ചേടാ, എനിക്ക് എൻ്റെ പെണ്ണിനൊന്ന് ഉമ്മ വെക്കാൻ നിന്റെയൊക്കെ പെർമിഷൻ വേണോ? ഞാൻ ഇനിയും വെക്കും. ദേ കണ്ടോ? പറഞ്ഞുകൊണ്ട് തന്നെ ഡെബി ആദ്യയുടെ കവളിലായി ചൂണ്ടുകൾ ചേർത്തു. അപ്പൂപ്പ കണ്ടില്ലേ പാപ്പ അമ്മ ചെയ്യുന്നേ? കച്ചു വന്ന തോന്നിട്ട് പിരിച്ച് മാച്ച്. കച്ചു അല്ല, ഉമ്മ വെച്ചു വാജിമോലെ. എന്തായാലും ഉവ്വൂല പോലെയാണ് ചെയ്യുന്നേ. പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് തന്നെ ആ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് കണ്ടത് മന്ന കൊച്ചു രവിയുടെ പുറത്തിട്ട് നല്ലൊരു ഇടി കൊടുത്തു. ആജിമോലെ കരയിച്ചിന് എന്തിനാ? അമ്മാമ്മയുടെ പൊന്നരികൾ ഇങ്ങോട്ട് നോക്കിയേ. ഞാനൊരു കാര്യം പറയട്ടെ. വായിക്കാൻ മോളിപ്പോ തല കറങ്ങി വീഴുന്നത് എന്നാ പറ്റിയിട്ടെന്ന് അറിയോ രണ്ടാൾക്കും? വൈകാമ ചുമ്മാ കാഞ്ഞാറ്റി വീണിയ ഒന്നും പറ്റിയില്ലായിരുന്നു. അങ്ങനെ ചുമ്മാ വീണതൊന്നും അല്ല. ഈ രണ്ട് ചേച്ചിമാർക്കും കൂടി അനിയൻ ഭാവിയോ അനിയത്തി ഭാവിയോ വരാൻ പോവാ. ആദ്യം അന്നയും കണ്ണുപിടുത്തി വൈകിയെ നോക്കി. അവളുടെ ചുണ്ടിലെ ചിരി കണ്ടതും രണ്ടുപേരും ഡെവിയെ തള്ളി മാറ്റി വൈകിയെ ഉമ്മിക്കാൻ തുടങ്ങി. അത് ശരി, ഇത് തന്നെയല്ലേ ഞാനും ചെയ്തത്. അങ്ങോട്ട് മാറി കണ്ടു, എനിക്കും കൊടുക്കണം. അങ്ങനെ 3 പേരും കൂടിയായി ഉമ്മ കൊടുത്തു. അതിനിടയിൽ പൊടിക്കുപ്പികൾ രണ്ടും കൂടി അവനെ തള്ളി മാറ്റുന്നുണ്ട്. വിഷന് വന്ന് ഡെവിയുടെ ചെവിക്ക് പിടിച്ച് എണീപ്പിച്ചു. പിള്ളേരുടെ കൂടെ അടിയുണ്ടാക്കാതെ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തിട്ട് വാ. അത് തന്നെ മോളെ, ഡ്രസ്സ് മാറിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോ. തിരികെ വരുമ്പോൾ നല്ലൊരു വാർത്ത തന്നെ കേൾക്കണം. അമ്മച്ചിയുടെ നാവ് പൊന്നാവട്ടെ. വൈകി അവരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് കവളിൽ ചുണ്ടു ചേർത്തു. പിന്നൊട്ടും താമസിക്കാതെ തന്നെ ഡെവി വൈകിയുമായി പോകാനിറങ്ങി. സൂക്ഷിച്ചൊക്കെ കാർ ഓടിക്കണേ, എനിക്കിതിനെ ഒറ്റയ്ക്ക് വിടാൻ വയ്യ. മോളിക്കുട്ടിയെ കൂടി കൊണ്ടുപോ. അമ്മച്ചി പറഞ്ഞ് നാവെടുത്തത് മോളിക്കുട്ടിയും ജോയും കൂടി ഒരുങ്ങിയെത്തിയിരുന്നു. അമ്മച്ചി പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ പോകും. എക്സൈറ്റ്മെന്റിൽ ഇരിക്കുക ഇവന്. അതുകൊണ്ട് കാർ ഞാനെടുത്തോളാം. നിങ്ങൾ ചെന്ന് കാറിൽ കയറി. അയ്യോ, കാറ് ഇച്ചല്ലേ, ഞങ്ങളുണ്ട്. മുകളിൽ നിന്നും വരുന്നവരെ കണ്ട് എല്ലാവരും വിളിച്ചിരുന്നു. രണ്ടിൻ്റെയും മുഖത്ത് ഒരു പാറ പൗഡർ ഉണ്ട്. സ്ലൈഡും ബോയും ക്ലിപ്പും അങ്ങനെ തലയിൽ കുത്താൻ പറ്റുന്നതെല്ലാം അടിച്ച് കയറ്റിയിട്ടുണ്ട്. പോരാതിന് വൈകിട്ട് കഴുകിയിട്ട് 2 ഷാള് തോളിലിട്ടാണ് കക്ഷികൾ വരുന്നത്. നിങ്ങൾ ആരാ മക്കളെ പൗഡറിൽ തള്ളിയിട്ടത്? ഇത് എന്നാ കോല? ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാ. പഞ്ഞ കൊണ്ടുപോയില്ലെന്ന് പറ്റാൻ ഞങ്ങൾ തന്നെ ഒരുങ്ങിയത്. അഞ്ഞക്കുച്ചിന് ഞാനാ ഒറ്റിയത്. ഞാൻ ആദ്യമോലെയും നിറ്റ ക്ഷമയില്ല. വേം പോയി വയറ്റിൽ വാവയിട്ടുകൊണ്ട് വരാം. വാ എല്ലാരും. എൻ്റെ പെണ്ണുങ്ങളെ, അങ്ങോട്ട് ചെന്ന് എടുത്തുകൊണ്ട് വരാൻ വാവ ഉടുപ്പിട്ട് മാറ്റിയിരിക്കുന്നതല്ല. അതിന് ഒത്തിരി ദിവസം കഴിയണം. ഇപ്പം ഇവർ ചെന്ന് ബാവ വയറ്റിൽ സുഖമായിരിക്കുമെന്ന് നോക്കിയിട്ട് വരും. അപ്പൂപ്പൻ്റെ മക്കൾ ഇവിടെ ഇരുന്നാൽ മതിട്ടോ. അച്ഛനാ, ഞാനും ആദ്യമോളും ചേച്ചിമാരാ. ഞങ്ങളുടെ ബാവ വയറ്റിൽ കേൾക്കുന്നത്. ഞങ്ങൾ പോവും. അതിൻ്റെ പേരിൽ പിള്ളേരെ കരയിക്കണ്ട. അവർക്കും ആഗ്രഹം കാണില്ലേ? ഈ മുട്ടിന് വേദന ഇല്ലായിരുന്നെങ്കിൽ ഞാനും വന്നേനെ. അപ്പോഴാ വാവ എപ്പോൾ വരുമെന്ന് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ. സമയം കളയാതെ പോയിട്ട് വാ. അമ്മച്ചി പറയുന്നതിന് മുമ്പ് തന്നെ 2 പേരും കാറിൻ്റെ അടുത്തെത്തിയിരുന്നു. അത് കണ്ട് ചിരിയോടെ ബാക്കിയുള്ളവരും നടന്നു.